ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു ബ്രെഡ് കൊണ്ട് വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. അതിനു മുൻപേ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു മസാല ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു പാൻ ചൂടായി വന്നാൽ അതിലേക്ക് നമുക്ക് 1-2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിലും കൂടെ ചൂടായി വന്നാൽ നമുക്കതിലേക്ക് ചതച്ചെടുത്ത് വെച്ചിരിക്കുന്ന ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കൊരു 3-4 ചെറിയ അല്ലി വെളുത്തുള്ളി കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നാൽ നമുക്കിതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് കൂടെ ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിന് കണക്കായിട്ട് ചേർക്കാവുന്നതാണ്. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഞാൻ 1 ചേർത്തത്. അതുകൂടാതെ കുറച്ച് കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിന് മാത്രമേ നിങ്ങൾ പച്ചമുളക് ചേർക്കാൻ പാടുള്ളൂ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നമ്മൾ. അപ്പോൾ സവാള ഈ ഒരു പരുവത്തിൽ നമുക്ക് വഴണ്ട് കിട്ടിയാൽ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഗരം മസാല ഒന്നും അധികം ആവരുത്. അധികം ആയാലും ഈ സ്നാക്സിന് അധികം ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ വളരെ കുറച്ച് മാത്രം നിങ്ങൾ ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഈ മസാലപ്പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുന്നത് വരെയാണ് നമ്മളിത് വഴറ്റിയെടുക്കേണ്ടത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മസാലപ്പൊടികൾ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഈ മസാലപ്പൊടികളുടെ പച്ചമണക്കെ മാറി വന്നാൽ നമുക്കിതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 മുട്ട എടുത്തുകൊണ്ടേ ഉള്ളൂ. നിങ്ങൾക്ക് എത്രയാണോ മുട്ട വേണ്ടതെന്ന് വെച്ചാൽ അതിന് കണക്കായിട്ട് കൂട്ടിയെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മുട്ട ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കിട്ടുന്ന രീതിയിൽ തന്നെ നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ ഈ മുട്ട കുറച്ചൊന്ന് ഡ്രൈ ആയി കിട്ടിയാൽ നമുക്കിതിലേക്ക് വേവിച്ചൊടിച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 വലിയ സൈസിലുള്ള ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞിട്ട് ഉടച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതെല്ലാം മിക്സാക്കി എടുക്കാം. ഇതെല്ലാം മിക്സായി കിട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് 3 സ്ലൈസ് ബ്രെഡ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ബ്രെഡിൻ്റെ ടേസ്റ്റ് വേണം ഇതിൽ മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം കൂടി മിക്സായി കിട്ടിയാൽ നമുക്കിതിൻ്റെ ഉപ്പും എരിവൊക്കെ നോക്കാവുന്നതാണ്. കുറവുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് എരിവ് കുറവുള്ളതുപോലെ തോന്നിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും, ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മുടെ മസാല റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് സവാള ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു തക്കാളി ചെറുതായി മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ക്യാപ്സിക്കം ഇതുപോലെ മുറിച്ചതുകൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ സവാളയും തക്കാളിയും ക്യാപ്സിക്കൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് മുറിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അളവിൽ മാറ്റം വരുത്താവുന്നതാണ്. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മയോണൈസ് കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ മയോണൈസിൻ്റെ അളവും ഇതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യത്തിന് കൂട്ടാവുന്നതാണ്. ഇനി നമുക്കിതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ മസാല ചൂടാറി വന്നാൽ നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കണം. അധികം ഉരുളക്കിഴങ്ങിൻ്റെ അളവും കൂടിപ്പോകാൻ പാടില്ല, അധികം ബ്രെഡിൻ്റെ അളവും കൂടാൻ പാടില്ല. കുറച്ചെങ്കിലും മുന്നിട്ട് നിൽക്കേണ്ടത് ബ്രെഡിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു രൂപത്തിൽ നിങ്ങൾ മസാല റെഡിയാക്കി എടുക്കണം. ഇനി നമ്മളിത് ഷേപ്പ് ചെയ്ത് എടുക്കാനാണ് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് വലിയ സൈസിലുള്ള ഉരുളകളാക്കിയതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് പ്രസ് ചെയ്തെടുത്തിട്ടാണ് ഞാൻ ഈ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ബ്രെഡിന് കണക്കായ ഷേപ്പ് നിങ്ങൾ ആക്കിയെടുക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഞാനിവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഇത് നമ്മൾ പാൻ ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കാൻ പോകുന്നത്. അതിനായിട്ട് പാനിലേക്ക് കുറച്ച് ഓയിലാക്കി കൊടുക്കണം. ഇനി നമുക്കിത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയി കിട്ടിയാൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നിങ്ങളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അധികം ഫ്രൈ ആയി വരേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ ഓൾറെഡി വേവിച്ച മസാലയാണല്ലോ ഇത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ നമുക്കിത് പാനിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഇതേ പാനിൽ തന്നെ നമുക്ക്
ബ്രെഡിൻ്റെ ഒരു സൈഡ് ടോസ്റ്റ് ചെയ്തെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു സൈഡ് മാത്രമേ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഈ ഒരു കളറായാലും നമുക്കിത് പാനിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് ഈ ചൂടാക്കിയെടുത്ത ബ്രെഡിൻ്റെ ഈ ഫ്രൈ ആയി കിട്ടിയ ഭാഗത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഈ തക്കാളി ഉള്ളിയൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ആക്കി കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഈ മസാല കൂടെ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മയോണൈസൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ മസാല തന്നെ കുറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്തെടുത്ത വേറൊരു ബ്രെഡ് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുത്ത ഭാഗം ഉൾഭാഗത്ത് വരുന്ന രീതിയിൽ തന്നെ നിങ്ങൾ വയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, അതെല്ലാം ഒന്ന് സെറ്റായി ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് പാനിലേക്ക് കുറച്ചൊന്ന് ഓയിലായി കൊടുക്കാം. ഇനി നമുക്കിത് രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ നിങ്ങളിത് ഫ്രൈ ചെയ്തെടുക്കരുത്, മീഡിയം ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ അധികം കരിഞ്ഞു പോകാനും പാടില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് നിങ്ങൾക്ക് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഈ ഒരു പരുവത്തിലായാലും നമുക്കിത് പാനിൽ നിന്ന് മാറ്റാവുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ്. ഒരു ബർഗറൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ വേണ്ടി മറക്കരുത്.